ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങിയിട്ട് വെച്ച അടിപൊളി ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ മൺചട്ടിയിലാണ് മീൻ കറി വയ്ക്കുന്നത്. അപ്പോൾ മൺചട്ടിയിലാണ് ചെമ്മീൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ നന്നായി കഴുകി അതിന് തൊണ്ടെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ മേടിച്ച് കഴിഞ്ഞാൽ അത് നന്നാക്കി വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ചെറിയ ചെമ്മീനാണ് കിട്ടിയത്, വലുതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്കൊരു 3-4 ചുവന്ന ഉള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് നടുകീറിയതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നാളികേര പാലൊന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതി ചെരുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ നാളികേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3/4 ഭാഗം അല്ലെങ്കിൽ ഒരു നാളികേരമൊക്കെ എടുക്കേണ്ടി വരും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരിച്ചിട്ട് ഈ പാല് നമ്മുടെ മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഇതിൽ പാല് വേണം. അപ്പോൾ ഈ പീര തന്നെ നമുക്ക് വീണ്ടും മിക്സിയിൽ ജാലിട്ട് കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടുപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഒന്നല്ല മാങ്ങയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം മാങ്ങയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങ ആകെ ഉടഞ്ഞു പോവും. അപ്പോൾ നമുക്കൊരു കുറച്ചൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് മാങ്ങിയിട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഇത് വറ്റി വന്നിട്ടുണ്ട്. മീനൊക്കെ ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ മാങ്ങിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് മാങ്ങ ചേർത്താൽ മതിയാവും. അപ്പോൾ മാങ്ങ അങ്ങനെ ഉടഞ്ഞു കിട്ടില്ല. ഈ മാങ്ങയൊക്കെ വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ മീനും വെന്ത് വരും. അതുപോലെ ഈ ചാറൊക്കെ നന്നായി കുറുകി തന്നെ വരും. ഇപ്പോൾ ഇവിടെ ചാറൊക്കെ അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. മാങ്ങ കഷ്ണമൊക്കെ വെന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇങ്ങനെയൊക്കെ എടുക്കട്ടെ. ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മീനെല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചിടണം. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണ്ട, ഫ്ലെയിം ലോയിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേറെ അടുപ്പിൽ ഉള്ളി കാച്ചാം. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് 5-6 ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളി നന്നായി ഇതേപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് നേരെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ കറി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഈ കാച്ചിയതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ തന്നെ കിടന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു 10-15 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോഴാണ് നല്ലൊരു മണം ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാങ്ങിയിട്ട ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.